ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാഞ്ചലിയോൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 135ാമത് എപ്പിസോഡിലേക്ക് നാം വന്നു ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷയോടത്ത് പ്രാർത്ഥിക്കുകയും ഇതിൽ സഹകാരികളായി തീരുകയും ചെയ്ത എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നും വളരെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷകൾ ചെയ്യുവാനായി ഞങ്ങൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്യുവാനായി എത്തിയിട്ടുള്ള ദൈവദാസന്മാരെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കതിർവേലയിൽ ആയിരിക്കുകയും ഗാന ശുശ്രൂഷാ രംഗത്തും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന കൃതദാസൻ മനോജ് അടൂർ അവറുകളാണ്. പ്രിയപ്പെട്ടതിൽ കൂടി മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. ആ ഗാനങ്ങൾ നമുക്ക് ആശ്വാസപ്രദമായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ ദൈവദാസനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് നരേഷനും ഒപ്പം ലഘുസന്ദേശവും നൽകുവാനായി എത്തിയിട്ടുള്ളത് കർത്താവിൽ പ്രസിദ്ധനായ സുവിശേഷകൻ ലാലു വർഗീസ് കൊട്ടാരക്കര അവറുകളാണ്. പിന്നെ ഇവിടെ മുമ്പും ഇവിടെ കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ ദൈവദാസനെയും സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് എല്ലാ ആഴ്ചയിലും പോലെ തന്നെ ഞങ്ങളുടെ പ്രിയ മകൻ സുജിത് സുനിൽ കൊട്ടാരക്കരയാണ്. ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് സുനിൽ കൊട്ടാരക്കരയാണ്. പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ദൈവമുമ്പാകെ സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കാം. ഈ രാത്രി ഗാനങ്ങളും സന്ദേശങ്ങളും നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ അനുഗ്രഹ കാരണമായി തീരുവാൻ ഇടയാകുന്നതിനായി ദൈവമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ലാലു വർഗീസ് മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കുകയും തുടർന്നുള്ള ശുശ്രൂഷകൾ അദ്ദേഹം തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതായിരിക്കും. കർത്താവിൻ്റെ നാമം ഇന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ വൈകിയ സമയത്തിനായിട്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ പ്രിയപുത്രനുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾക്കിങ്ങനെ ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ നൽകിയ സാവകാശത്തിനായിട്ട് സ്തോത്രം. ഈ ശുശ്രൂഷയെ നാളിതുവരെ അവിടുന്ന് സഹായിച്ചു. അവിടുത്തെ കൃപ അവിടുത്തെ ദാസന്മാരുടെ മേൽ നൽകി കർത്താവ് നടത്തിയതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഇന്നും അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകണമേ. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അതിൻ്റെ അവസാന നിമിഷം വരെയും അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. അവിടുന്ന് ധാരാളമായിട്ട് സഹായിക്കണം എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പാടുന്ന പ്രിയ സഹോദരന്മാർക്കായിട്ട് സ്തോത്രം. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി അവരുടെ ശബ്ദം ഉപയോഗിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്നത്തെ കർത്താവെ വചനവും തിരുനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് കേൾക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഇതിൻ്റെ പിന്നിലെ എല്ലാ പ്രവർത്തകർക്കായിട്ടും സ്തോത്രം. അവരെല്ലാവരെയും അവരുടെ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണമുള്ള കൃപകൾ നൽകി ബലം നൽകി അവരെ സഹായിക്കണം. വിശേഷാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇതിലൂടെ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവമുഖത്തേക്ക് നോക്കി നന്ദി പറയുവാൻ, ഏറ്റവും ദൈവത്തിന് പ്രസാദകരമായ ജീവിതമായി സമർപ്പിക്കുവാൻ ഈ ശുശ്രൂഷയിലൂടെ കേൾവിക്കാരെ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ മധ്യേ ഉള്ളതിനായിട്ട് സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കേണ്ടതിന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന പിതാവിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകണമേ. ആമേൻ.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 135 ഈ ശുശ്രൂഷയുടെ ഈ ദിവസത്തിലേക്ക് വരുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ഇട്ടിക്കൽ കുഞ്ഞുമോനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില നാളുകളായിട്ട് അനേക ദൈവ മക്കളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്ന, അനേകർക്ക് കർത്താവിനെ പരിചയപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കർത്താവിൻ്റെ ദാസനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ആ ശുശ്രൂഷ ചെയ്യുവാൻ അവിടുത്തെ ദാസനെ സഹായിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇരുന്ന് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ ആദിയോടന്തം ഇത് ശ്രദ്ധിക്കുവാൻ പ്രാർത്ഥനയോടുകൂടി നിങ്ങളെ ഒരിക്കൽ കൂടെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അനുഗ്രഹീതരായിരിക്കുന്ന ഗായകരാണ് ഇന്ന് ഇവിടെ ഉള്ളത്. അതോർത്ത് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുന്നു. ദൈവം അവരെ ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. സംഗീതം എന്ന് പറയുന്നത് ഗദ്യം ചിറകു വിരിക്കുന്നതാണ്. ഗദ്യം ചിറകു വിരിക്കുമ്പോഴാണ് സംഗീതം ഉണ്ടാകുന്നത്. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ഏതാണ്ട് നല്ലൊരു ഭാഗവും സംഗീതമാണ്. സങ്കീർത്തനകാരനായ ദാവീദ് 40-ാം സങ്കീർത്തനത്തിൽ താനിങ്ങനെ പാടുന്നുണ്ട്: ഞാൻ യഹോവയ്ക്കായി കാത്തുകാതിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ കർത്താവിൻ്റെ ദാസൻ ദാവീദ് പാടുന്ന മനോഹരമായിരിക്കുന്ന ഒരു ഗീതമാണ് 40-ാം സങ്കീർത്തനം. വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും സംഗീതത്തിൻ്റെ മാധുര്യം രുചിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതൊരു അനുഗ്രഹിക്കപ്പെട്ട കാര്യം തന്നെയാണ്. അത് എത്ര ആശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് സ്തുതികളിന്മേൽ വസിക്കുന്ന മഹാദൈവമാണ്. നമ്മുടെ കർത്താവ് സ്തുതിക്ക് യോഗ്യനായിരിക്കുന്നവനാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവനായി ജീവിക്കുന്ന കർത്താവിന് മാത്രമേ സ്തുതിക്ക് യോഗ്യനായിട്ടുള്ളൂ. കർത്താവ് മാത്രമേ സ്തുതിക്ക് യോഗ്യനായിട്ടുള്ളൂ. ഇന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്തോത്ര ഗാനത്തോടുകൂടി ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ദൈവത്തെ, നമ്മുടെ കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതിയാകുകയില്ല. അത്ര വലിയ നന്മയാണ് നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്തിട്ടുള്ളത്. ആ അർത്ഥം വരുന്ന മനോഹരമായ ഒരു ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. എത്ര സ്തുതിച്ചാലും മതി വരുമോ? ഈ ഗാനം കർത്താവിൻ്റെ ദാസൻ മനോജ് ഇപ്പോൾ നമുക്കായി ആലപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവാൻഗേലിയോൺ മിനിസ്ട്രീസ് ഒരുക്കുന്ന ഈ മ്യൂസിക് പ്രോഗ്രാമിൽ 135-ാമത്തെ എപ്പിസോഡിൽ എനിക്കും ഒരു ഭാഗവാക്കാകുവാൻ സ്വർഗമിടയാക്കിയ നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേക ഇവാൻഗേലിയോൺ ഫേസ്ബുക്ക് പേജിലൂടെ ഈ ലൈവ് പ്രോഗ്രാമിലൂടെ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേക പ്രിയ കുഞ്ഞുമോനങ്ങൾ, കർത്താവിൻ്റെ ദാസൻ സുവിശേഷകൻ ലാലു വർഗീസ്,
അതുപോലെ കീബോർഡ് പ്ലേ ചെയ്യുന്ന പ്രിയ സുജിത് ബ്രദർ, പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയ സുല്ലിച്ചായൻ, എല്ലാവരെയും ഓർത്ത് കർത്താവിന് മഹത്വം നൽകുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പം ഇങ്ങനൊരു അവസരം കർത്താവ് ഒരുക്കിയ നല്ല പദവികൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുന്ന, എത്ര സ്തുതിച്ചാലും മതി വരാത്ത യേശുവിനെ ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എത്ര സ്തുതിച്ചാലും മതി വരുമോ? എത്ര വർണ്ണിച്ചാലും കൊതി തീരുമോ? എത്ര സ്തുതിച്ചാലും മതി വരുമോ? എത്ര വർണ്ണിച്ചാലും കൊതി തീരുമോ? നിന്റെ സ്നേഹമെത്ര വർണ്ണനീയം, എന്നാൽ വാക്കുകളാൽ അവർണ്ണനീയം. നിന്റെ സ്നേഹമെത്ര വർണ്ണനീയം, എന്നാൽ വാക്കുകളാൽ അവർണ്ണനീയം. എത്ര സ്തുതിച്ചാലും മതി വരുമോ? എത്ര വർണ്ണിച്ചാലും കൊതി തീരുമോ? കണ്ണിമണി പോലെ എന്നേശു എന്നെ കാത്തിടുന്നു. എണ്ണമില്ലാതെ സ്നേഹം എന്നിൽ പകർന്നിടുന്നു. കണ്ണിമണി പോലെ എന്നേശു എന്നെ കാത്തിടുന്നു. എണ്ണമില്ലാതെ സ്നേഹം എന്നിൽ പകർന്നിടുന്നു. കണ്ണിൽ തൂകി കരഞ്ഞിടുമ്പോ അൻപിൻ കരത്താൽ അവൻ എന്നെ താങ്ങും. കണ്ണിൽ തൂകി കരഞ്ഞിടുമ്പോ അൻപിൻ കരത്താൽ അവൻ എന്നെ താങ്ങും. നിന്റെ സ്നേഹമെത്ര വർണ്ണനീയം, എന്നാൽ വാക്കുകളാൽ അവർണ്ണനീയം. നിന്റെ സ്നേഹമെത്ര വർണ്ണനീയം, എന്നാൽ വാക്കുകളാൽ അവർണ്ണനീയം. എത്ര സ്തുതിച്ചാലും മതി വരുമോ? എത്ര വർണ്ണിച്ചാലും കൊതി തീരുമോ? സ്വന്തം ബന്ധമെല്ലാം ഇവിടെ ജീവൻ പോകും വരെ, കൂട്ടു സ്നേഹമെല്ലാം കയ്യിൽ സമ്പത്തുള്ളതുവരെ. വഴി തേടി ഓടിയ നേരം എത്തി ഞാനാ ക്രൂശിൻ ചുവട്ടിൽ. വഴി തേടി ഓടിയ നേരം എത്തി ഞാനാ ക്രൂശിൻ ചുവട്ടിൽ. നിന്റെ
എത്ര സ്തുതിച്ചാലും മതി വരുമോ? എത്ര വർണ്ണിച്ചാലും കൊതി തീരുമോ? നിന്റെ സ്നേഹമെത്ര വർണ്ണനീയം, എന്നാൽ വാക്കുകളാൽ വർണ്ണനീയം. നിന്റെ സ്നേഹമെത്ര വർണ്ണനീയം, എന്നാൽ വാക്കുകളാൽ വർണ്ണനീയം. എത്ര സ്തുതിച്ചാലും മതി വരുമോ? എത്ര വർണ്ണിച്ചാലും കൊതി തീരുമോ? എത്ര സ്തുതിച്ചാലും മതി വരുമോ? എത്ര വർണ്ണിച്ചാലും കൊതി തീരുമോ? നമ്മുടെ കർത്താവ് നമ്മുടെ അരികിലെപ്പോഴും ഉള്ളവനാണ്. നമ്മുടെ ബന്ധങ്ങളെല്ലാം ലോകം കൊണ്ട് അവസാനിക്കുന്നതാണ്, ലോകത്തിൽ അവസാനിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ വിട്ട് ഒരിക്കലും പിരിയുകയില്ല. കർത്താവിൻ്റെ വാഗ്ദത്തം അങ്ങനെ തന്നെയാണ്. ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ആ വാഗ്ദത്തം ചെയ്ത നമ്മുടെ കർത്താവ് പ്രശ്നങ്ങൾ, നിരാശകൾ, വേദനകൾ ഒക്കെ വരുമ്പോൾ ഏറ്റവും അടുത്തുള്ളവനാണ്. മറ്റുള്ളവരെല്ലാം നമ്മെ ഉപേക്ഷിച്ച് പോകുമ്പോൾ, മറ്റുള്ളവരെല്ലാം നമ്മെ ശുശ്രൂഷിച്ച് തളർന്നു പോകുമ്പോൾ, തളരാത്ത കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നു. ഈ ആശയം വരുന്ന ഒരു മനോഹരമായ ഗാനം നമുക്ക് തുടർന്ന് കേൾക്കാം. എനിക്കേശുകൊണ്ട് ഈ മരുവിൽ. ആ മനോഹരമായ ഗാനം ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഈട്ടിക്കൽ കുഞ്ഞുമാൻ പാടുന്നു. നമുക്ക് പ്രാർത്ഥനയോട് ശ്രദ്ധിക്കാം.
ആശ്വസിക്കും. കടും ശോധന വേളയിലും പാടിയൻ മനമാശ്വസിക്കും. നേടും ഞാനതിൻ അനുഗ്രഹങ്ങൾ, നേടും ഞാനതിൻ അനുഗ്രഹങ്ങൾ. എനിക്കേശുവിൻ്റെ മരുവിൽ എല്ലാമായെന്നുമെൻ അരികിൽ. എനിക്കേശുവിൻ്റെ മരുവിൽ എല്ലാമായെന്നുമെൻ അരികിൽ. എല്ലാമായെന്നുമെൻ അരികിൽ. എനിക്കേശുവുണ്ടീ മരുവിൽ എല്ലാമായെന്നുമെൻ അരികിൽ. നമ്മുടെ ദൈവം മഹാകരുണയുള്ള ദൈവമാണ്. നമ്മുടെ കർത്താവ് ദൈവമായതുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോൾ കർത്താവിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. വിശന്നിരിക്കുന്ന ആയിരങ്ങളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. അവരുടെ വിശപ്പിന് ആഹാരം കൊടുക്കുവാൻ ശിഷ്യന്മാർ കേവലം മനുഷ്യരെന്ന നിലയിൽ അവർക്ക് കഴിയാതെ പോയപ്പോൾ കർത്താവ് ആ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുവാൻ മഹാമനസ്സലിവുള്ളവനായിരുന്നു, കരുണയുള്ളവനായിരുന്നു. ആരും തൊടാത്ത കുഷ്ഠരോഗികൾ, ആർക്കും സൗഖ്യമാക്കുവാൻ കഴിയാതെ എന്നെങ്കിലും ഒരുപക്ഷെ മരണത്തിന് വിധിക്കപ്പെട്ടവരായി പാളയത്തിൻ്റെ പുറത്ത് എന്നേക്കുമായി കഴിഞ്ഞിരുന്ന കുഷ്ഠരോഗികളെ കർത്താവ് കണ്ടു. അവരോട് മനസ്സലിഞ്ഞു, അവരെ തൊട്ടു, കർത്താവ് സൗഖ്യമാക്കി. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ കർത്താവിനെ സമീപിച്ചവർക്ക് പറയുവാനായിട്ട് കഴിയുന്നു. നമ്മുടെ കർത്താവ് മഹാകരുണയുള്ള ദൈവമാണ്. കർത്താവിന് മാത്രമേ ആ യോഗ്യത, ആ പേരിന് അർഹതയായിട്ടുള്ളൂ. ഈ ആശയം വരുന്ന മനോഹരമായ ഒരു ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. കരുണയൻ സാഗരമേ എന്നുള്ള ആ ഗാനം കർത്താവിൻ്റെ ദാസൻ ബ്രദർ മനോജ് ഇപ്പോൾ പാടുന്നതായിരിക്കും. കരുണയിൻ സാഗരമേ, ശോകക്കോടും വെയിലേറിടുമ്പോ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നട
കരുണയിൻ സാഗരമേ, ശോകക്കോടും വെയിലേറിടുമ്പോ, കരുണയിൻ സാഗരമേ, ശോകക്കോടും വെയിലേറിടുമ്പോ, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുൾക കൃപയരുൾക, അളവെന്നി പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. രോഗങ്ങൾ പീഠകളും നിന്ന പരിഹാസമേറിടുമ്പോ, രോഗങ്ങൾ പീഠകളും നിന്ന പരിഹാസമേറിടുമ്പോ, അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താം. അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുൾക കൃപയരുൾക, അളവെന്നി പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. എൻ്റെ പാദങ്ങളിടറിടതേ, കൂരിരുട്ടാൾ വരയിൽ എൻ്റെ പാദങ്ങളിടറിടതേ, അഗ്നിത്തൂണിൻ പ്രഭയാ യാനം ചെയ്യുവനീനരുവി, അഗ്നിത്തൂണിൻ പ്രഭയാ യാനം ചെയ്യുവനീനരുവി. കൃപയരുൾക കൃപയരുൾക, അളവെന്നി പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഓ ഈ ഭൂവിലൻ
യാത്രയതിൽ ദൈവകൃപയരുൾക. കരുണയിൻ സാഗരമേ ശോകക്കോടും വെയിലേറിടുമ്പോ, കരുണയിൻ സാഗരമേ ശോകക്കോടും വെയിലേറിടുമ്പോ, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുൾക, കൃപയരുൾക, അളവന്യെ പകർന്നിടുക. ഈ ഭൂവിനൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഈ ഭൂവിനൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഓ ഈ ഭൂവിനൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഹൃദയം ശുഭവദനത്താൽ കവിയുമ്പോഴാണ് മഹാരാജാവായ കർത്താവിന് വേണ്ടിയുള്ള കൃതികൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ഇന്ന് കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായി മഹിമയുടെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് അവിടെ മാത്രമല്ല, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് തന്നെ സഹായിക്കുവാൻ, അവരെ സഹായിക്കുവാൻ അവരോട് കൂടെ ഇരിക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ സാധിപ്പിച്ചു എന്ന് മാത്രവുമല്ല, ദിനംതോറും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാകുന്നത് വരെ അവിടുന്ന് നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. അതുകൊണ്ട് നാം ആ മഹാരാജാവായ കർത്താവിൻ്റെ തേജസ്സേറിയ മുഖത്തേക്ക് നോക്കി നാം പാടും, നീ എന്നും എൻ്റെ രക്ഷകനാണ്, നീ എന്നും എൻ്റെ കർത്താവാണ്, നീ യേശു ക്രിസ്തുവായി ഇന്നും എന്നിൽ ജീവിക്കുന്നു, എന്നിൽ വാഴുന്നു എന്ന് നമുക്ക് പാടുവാനായിട്ട് കഴിയും. അടുത്ത ഗാനം ഈ ആശയം വരുന്നൊരു മനോഹരമായ ആശയം വരുന്ന ഗാനമാണ്. കർത്താവിൻ്റെ ദാസനീട്ടിക്കൽ കുഞ്ഞുമോൻ ആ ഗാനം നമുക്കായി പാടുന്നു. നീ എന്നും എൻ രക്ഷകൻ എന്നുള്ള ഗാനം. നീ
രക്ഷകൻ. ആഹാ നീ മതി എനിക്കെല്ലാമായി നാഥാ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദനകൾ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദനകൾ. തീർന്നങ്ങു വീട്ടിൽ വരും നാൾ എന്നാണെന്നാഹരേ. എന്നാശ തീർന്നങ്ങു വീട്ടിൽ വരും നാൾ എന്നാണെന്നാഥനേ. അന്നാൾ വരെ മണ്ണിൽ നിന്നെ നന്നായി ചെയ്യും ഞാൻ. അന്നാൾ വരെ മണ്ണിൽ നിന്നെ നന്നായി ചെയ്യും ഞാൻ. നീ എന്നും എൻ്റെ രക്ഷകൻ. ആഹാ നീ മതി എനിക്കെല്ലാമായി നാഥാ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദനകൾ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദനകൾ. നമ്മുടെ കർത്താവ് പാപികളുടെ രക്ഷകനാണ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെയെന്നാണ്. കർത്താവ് രക്തം ചിന്തി മരിച്ചത്, അഥവാ കർത്താവിൻ്റെ രക്തം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്ത രക്തമായിരുന്നു. കർത്താവ് കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സർവഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും ജാതിയിൽ നിന്നും വംശത്തിൽ നിന്നും ദൈവത്തിനായി അവിടുന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് മനുഷ്യവർഗത്തെ. ആ കർത്താവിനെ ഹൃദയത്തിൽ, അഥവാ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ കർത്താവിന് ഇരിപ്പിടം നൽകിയ ആരും ഇതുവരെയും ലജ്ജിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. കർത്താവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുത്തിട്ടുള്ളവർക്കാർക്കും കഷ്ടമായി പോയി, നഷ്ടമായി പോയി എന്ന് പറയേണ്ടി വന്നിട്ടില്ല. മലയാള ഗാനങ്ങൾ മാത്രമല്ല, മലയാളത്തിലെ എഴുത്തുകാർ മാത്രമല്ല, കർത്താവിന് വേണ്ടി പാടിയിട്ടുള്ളത് അനേക ഭാഷയിൽ കർത്താവിന് വേണ്ടി പാടിയിട്ടുള്ളവർ, എഴുതിയിട്ടുള്ളവരുണ്ട്. അവരുടെ ശബ്ദം നമുക്ക് കേൾക്കുവാനും കഴിയുന്നുണ്ട്. ഇന്നും മനോഹരമായിരിക്കുന്ന ഒരു ഗാനം ഹിന്ദിയിൽ നമുക്ക് തുടർന്ന് കേൾക്കാം. മേരാ ദിൽ ബനെ തേര എന്ന് പറയുന്ന ഗാനം ബ്രദർ മനോജ് നമുക്കായി ഇപ്പോൾ പാടുന്നതായിരിക്കും. യേശുവാ യേശുവാ യേശुवा मेरे मन में समा
यीशुआ मेरे मन में समा जा। मेरी आत्मा तेरा आसन, मेरा दिल बने तेरा सिंहासन। मेरी आत्मा तेरा आसन, मेरे मन में तू हो विराजमान। यीशु मेरे तू है बड़ा महान, मेरे मन में तू हो विराजमान। यीशु मेरे तू है बड़ा महान। यीशुआ 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 मेरे मन में समा जा। यीशुआ मेरे मन में समा जा। तेरी रोशनी चमके, मेरी बातों से तेरी खुशबू महके। मेरे चेहरे पे तेरी रोशनी चमके, मेरी बातों से तेरी खुशबू महके। मेरा जीवन बने तेरी स्तुति का सन, तेरी प्रशंसा करती मेरी जुबान। मेरा जीवन बने तेरी स्तुति का सन, तेरी प्रशंसा करती मेरी जुबान। यीशुआ 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 मेरे मन में समा जा। यीशुआ मेरे मन में समा जा। तुझे देखना मैं चाहूँ, तेरे ओ यीशु करीब आओ। तुझे देखना मैं चाहूँ, तेरे ओ यीशु करीब आओ।
യേശുവാ യേശुवा मेरे मन में समा जा यीशुवा मेरे मन में समा जा मेरा दिल बने तेरा सिंहासन मेरी आत्मा तेरा आसन मेरा दिल बने तेरा सिंहासन मेरी आत्मा तेरा आसन मेरे मन में तू हो विराजमान यीशु मेरे तू है बड़ा महान मेरे मन में तू हो विराजमान यीशु मेरे तू है बड़ा महान यीशुवा 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 मेरे मन में समा जा यीशुवा मेरे मन में समा जा यीशुवा 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 मेरे मन में समा जा यीशुवा मेरे मन में समा जा यीशुवा मेरे मन में समा जा ഹൃദയമാകുന്ന ദേവാലയത്തിൻ്റെ എഴുത്താരയിൽ ഈ യേശുക്രിസ്തുവിനെ രക്ഷിതാവും ദൈവവുമായി വാഴിക്കുവാനായിട്ട് ഇതുവരെയും സാധിക്കാത്തവർക്ക് ഈ ഗാനത്തിലൂടെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വാഗ്ദാനം ചെയ്ത് ഒരുപക്ഷെ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി മനുഷ്യനെ വഞ്ചിക്കുന്ന വഞ്ചകരുടെ പോലെയുള്ള വാക്കല്ല നമ്മുടെ കർത്താവിൻ്റെ വാക്ക്. വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥ കാലത്ത് അവൻ സഹോദരനായി തീരുന്നു എന്ന് നാം വായിക്കുകയാണ്. നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ട് വാക്കിൽ ഒരിക്കലും മാറ്റം വരുത്തിയിട്ടില്ല. അവിടുന്ന് വിശ്വസ്തനാണ്. ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളാണ് ഒന്ന് തനിക്ക് വാക്കുമാറുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. നമുക്കറിയാം, ഏത് കഠിനമായ പ്രതികൂല സാഹചര്യങ്ങളിലും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ നല്ല കർത്താവ്. അവിടുന്നാണ് നമ്മുടെ നല്ല സ്നേഹിതൻ. ഈ ലോകത്തിൻ്റെ കടൽത്തിര പോലെ ഈ ലോകം നമ്മെ തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ, സമ്മർദ്ദങ്ങളുടെ വേലിയേറ്റത്തിൽ തളർന്നു പോകുമ്പോൾ തളരാതെ വണ്ണം നമ്മെ താങ്ങുന്ന നല്ല സ്നേഹിതനാണ് കർത്താവായ യേശുക്രിസ്തു. ഒരിക്കലും കൈവിടാത്തവൻ, ചൂടെഴുന്ന ശോധനയുടെ വേളയിലും കൂടെ വന്ന് ചേർന്ന് നിൽക്കുന്നവൻ. ഇങ്ങനെ ഒരു സ്നേഹിതനെ ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ ആർക്ക് കാണുവാനായിട്ട് കഴിയും? ആരുണ്ട് ഇങ്ങനെ സ്നേഹിക്കുവാൻ? മാത്രമല്ല, നമ്മുടെ കർത്താവ് വരുന്നതുവരെ നമ്മോട് കൂടെ ഇരിക്കുന്ന ആ നല്ല സ്നേഹിതനെ നമുക്ക് ഈ പാട്ടിലൂടെ ശ്രദ്ധിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ദാസൻ ഈട്ടിക്കൽ കുഞ്ഞുവാൻ നമുക്ക് ഈ ആശയം വരുന്ന മനോഹരമായ ഗാനം പാടുന്നു. ആ എൻ പ്രിയൻ, ഓ ഓ നല്ലവൻ എന്നുള്ള ഗാനം.
ശോധന വേളയിൽ കൂടെ വന്നു ചേർന്ന ചൂളയിൽ കൂട്ടിനുണ്ടു കൂടെന്നും ഇത്തരേ വീട്ടിലെത്തി വിശ്രമിക്കും വരെ ഈ വിധം സ്നേഹിതൻ പാരില ഈ വിധം സ്നേഹിതൻ പാരില വീണ്ടെടുത്തോനെന്നെ തൻ ചോരയാ വീണ്ടെടുത്തോനെന്നെ തൻ ചോരയാ ൊരു ദേഹവും ഈ ശരീരം മാറ്റി തൻ തന്നിടും ഹല്ലേലൂയ പാടിടും മോദമാ
ചോരയാ. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. തൻ്റെ 3.5 വർഷത്തെ പരസ്യമായ ശുശ്രൂഷകളിലൂടെ പലസ്തീൻ്റെ തെരുവുകളിൽ താൻ അനേക അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി. കർത്താവായ യേശുക്രിസ്തു ദൈവമായതുകൊണ്ടാണ് ആ അത്ഭുതങ്ങളൊക്കെ ചെയ്യുവാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും ദൈവമാണെന്ന് മറ്റൊരാളെ തെളിയിക്കുന്നതിന് വേണ്ടിയല്ല കർത്താവ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന അത്ഭുതങ്ങളാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവമാണെന്ന് ആരും അംഗീകരിക്കേണ്ട. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ദൈവിക ഇടപെടൽ അഥവാ ദൈവം യേശുക്രിസ്തുവിലൂടെ മനുഷ്യനോട് കാണിച്ച മഹാകരുണ, അതാണ് നമുക്ക് യേശുക്രിസ്തുവിൽ കാണുവാനായിട്ട് കഴിയുന്നത്. സ്വർഗം വെടിഞ്ഞ് അഥവാ പാരിതിൽ പാപികളായിരുന്ന പാതകന്മാരായിരുന്ന നമ്മെ തേടി ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ ഭവനം വിട്ട് ദൈവത്തിൻ്റെ മടിയിലിരുന്ന ഏകജാതൻ എന്ന ആ ബഹുമതി താൻ മാറ്റിവെച്ചിട്ട് നമ്മെ തേടി വന്ന, നമ്മെ രക്ഷിക്കുവാൻ വന്ന രക്ഷകനിലാണ് നാം സകല കരുണയും കാണുവാനിടയാകുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും, കുഷ്ഠരോഗിയെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയതും, കൂനിയായ സ്ത്രീയെ നിവർത്തിയതുമൊക്കെ കർത്താവിൻ്റെ കരുണയുടെ ഭാഗമാണെങ്കിലും ഏറ്റവും വലിയ കരുണ കാൽവറി ക്രൂശിലാണ് നമുക്ക് ദർശിക്കുവാൻ ഇടയാകുന്നത്. സ്വർഗം വിട്ട് ഭൂമിയിൽ വന്ന നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ രക്ഷിക്കുവാൻ അവിടുന്ന് താണു വരുവാനിടയായി. ആ കരുണയ്ക്കിൻ്റെ മുമ്പിൽ നമ്മുടെ ശിരസ് കുനിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം, ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ മനോഹരമായ ആശയം വരുന്നൊരു ഗാനം കർത്താവിൻ്റെ ദാസൻ മനോജ് നമുക്കായി ഇപ്പോൾ പാടുന്നു. പരമ കരുണ രസരാശേ എന്നുള്ള ഗാനം.
നാവിൽ വന്നാകയാ നാദനിൻ നാവിയൻ നാവിൽ വന്നാകയാ നവമായുദിക്കും സ്തുതികൾ ധ്വനിക്കും നവമായുദിക്കും സ്തുതികൾ ധ്വനിക്കും നലമുടകമുര ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ നലമുടകമുര ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ കലിത സുഖമിക മറുവിടും സ്തവമുരുവിടും ദയപ്പെരുവിടും ഒരു പരമാ കരുണ രസരാശി ഓ പരമാ കരുണ രസരാശി ഓ പരമാ കരുണ രസരാശി കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെയും വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയ സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളം കൃപ തുടർന്നും അവർക്ക് നൽകുമാറാകട്ടെ. ഇതൊരു മ്യൂസിക് പ്രോഗ്രാം എന്നാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. എന്നിരുന്നാലും ദൈവവചന ശുശ്രൂഷയ്ക്ക് ഈ പ്രോഗ്രാം നൽകുന്ന പ്രാധാന്യത്തെ ഞാൻ അങ്ങേയറ്റം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിന് കൊടുക്കുന്ന പ്രാധാന്യത്തിനായിട്ട് നന്ദി പറയുകയാണ്. കർത്താവിൻ്റെ ദാസൻ നീട്ടിക്കൽ കുഞ്ഞുമോൻ അവരുടെ ഈ ശുശ്രൂഷയ്ക്ക് അദ്ദേഹം എന്നെ വിളിച്ചതിൽ ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയെ ദൈവം തുടർന്നും അധികം സഹായിക്കുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമം പുതിയ നിയമം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ പുതിയ നിയമം യേശുക്രിസ്തുവിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്നാൽ പഴയ നിയമം നമുക്ക് വായിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അറിയാനായിട്ട് കഴിയും. പഴയ നിയമം യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചൂണ്ടുപലകയായിരുന്നു. അഥവാ യേശുക്രിസ്തുവിൻ്റെ നിഴലായി പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് പഴയ നിയമം എന്നുള്ളത്. അതുകൊണ്ട് വേദപുസ്തകം എന്ന് പറയുന്നത് ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ, ഒരു നാണയത്തിന് എത്ര പ്രാധാന്യമുണ്ടോ അതുപോലെ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് വേദപുസ്തകത്തിലെ പുതിയ നിയമവും പഴയ നിയമവും. ഇത് രണ്ടും പൂർണ്ണമായി നമ്മുടെ കൈകളിൽ ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പഴയ നിയമം വായിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൻ്റെ രക്ഷിതാവായി അവതരിക്കുവാൻ പോകുന്നു എന്നുള്ള പ്രവാചകന്മാരുടെ എഴുത്തുകളാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് നിവൃത്തിയായി എന്നതിന് സ്തോത്രം പറയുവാൻ പുതിയ നിയമം നമ്മെ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് രണ്ടും ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ എന്ന നിലയിൽ യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെയാണ് യാതൊരു അനിശ്ചിതത്വവുമില്ലാതെ ഈ ബൈബിൾ ഇന്നും ഒരു
അതിൻ്റെ സഞ്ചാരപാതയിലൂടെ വിജയകരമായി അത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. വേദപുസ്തകം ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നാം ഇങ്ങനെ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അത് ദൈവത്തിൻ്റെ പക്കലുള്ളതാണ് ഈ തിരുവെഴുത്തുകൾ. അത് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നു എങ്കിലും ഇതിൻ്റെ യഥാർത്ഥ പുസ്തകം ഇന്നും അത് ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്നുള്ളത് അതിശ്രേഷ്ഠമായ ഒരു ചിന്ത തന്നെയാണ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പഴയ നിയമത്തിലെ ഒരു ഭാഗം ഞാൻ ഈ വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സഭാപ്രസംഗികളുടെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. ഇത് വായിച്ചിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാകും. ആരെങ്കിലും ഈ ഭാഗം വായിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കത് ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ഞാൻ സൂര്യന് കീഴെ ഇങ്ങനെയും ജ്ഞാനം കണ്ടു, അതെനിക്ക് വലുതായി തോന്നി. ചെറിയൊരു പട്ടണം ഉണ്ടായിരുന്നു, അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു. വലിയൊരു രാജാവ് അതിൻ്റെ നേരെ വന്നു അതിനെ നിരോധിച്ചു, അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു. എന്നാൽ അവിടെ സാധുവായ ഒരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തൻ്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ക്രൈസ്തവ ജനതയ്ക്ക് ഈ ഭാഗം ഒരിക്കലും ഒരു പുതുമയല്ല. ഇത് ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോന്റെ വാക്കുകളാണ്. 13-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിച്ചത്: ഞാൻ സൂര്യന് കീഴെ ഇങ്ങനെയും ജ്ഞാനം കണ്ടു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ നമുക്കറിയാം, ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിന്റെ പുത്രനാണ്. ദാവീദ് അതിശ്രേഷ്ഠനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ അതിശ്രേഷ്ഠനായിരിക്കുന്ന ഒരു മകനായിരുന്നു ശലോമോൻ. ജ്ഞാനം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഇസ്രായേൽ അഥവാ യഹൂദ ജനതയെ ഒന്നടങ്കം തൻ്റെ കൈപ്പിടിയിൽ ഏതാണ്ട് 40 വർഷം അത് നിർത്തിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു ഭരണം നടത്തിയ, മറക്കാനാകാത്ത, ലോകത്തിന് തന്നെ മറക്കാനാകാത്ത ഒരു ചക്രവർത്തിയാണ് മഹാനായിരിക്കുന്ന ശലോമോൻ എന്നത് നമുക്കറിയാം. ശലോമോനെ കുറിച്ച് ഇന്നും അനേക വീരന്മാർ അഥവാ കവയിത്രികൾ പാടിയിട്ടുണ്ട്. ഞാൻ ചിലതൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിലും സമയത്തിൻ്റെ ചുരുക്കം അതിനനുവദിക്കുന്നില്ല. ഇവിടെ ശലോമോൻ ഇസ്രായേലിൻ്റെ ഒരു ചക്രവർത്തിയായിരുന്നു എന്നതിലുപരിയായി ദൈവത്തെ ശരിയായ നിലയിൽ മനസ്സിലാക്കിയ ഒരു മനുഷ്യനായിരുന്നു. തൻ്റെ പിതാവ് ദൈവത്തെ ഭയപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ശലോമോനെ, ദാവീദിനെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ശലോമോനും അതിൽ നിന്ന് തൻ്റെ യൗവനകാലത്ത് ഒട്ടും വ്യത്യസ്തനായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ശലോമോൻ ഒരു കാര്യം ആ 13-ാം വാക്യത്തിലൂടെ ഓർപ്പിക്കുകയാണ്: ജ്ഞാനം കൊണ്ട് പലതും സമ്പാദിക്കാൻ കഴിയും. ജ്ഞാനം കൊണ്ട് വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ കഴിയും, ജ്ഞാനം കൊണ്ട് സമ്പത്തുണ്ടാക്കാനായിട്ട് കഴിയും, ജ്ഞാനം കൊണ്ട് ലോകരാജ്യങ്ങളെ ഒരുപക്ഷെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് ചക്രവർത്തിമാർ ജ്ഞാനം കൊണ്ട് ലോകത്തെ ഭരിച്ചിട്ടുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പോലെയുള്ള, അലക്സാണ്ടറിനെ പോലെയുള്ള ധീരന്മാരായിരിക്കുന്ന രാജാക്കന്മാരൊക്കെ അങ്ങനെ ജ്ഞാനം കൊണ്ട് അവർ ലോക സാമ്രാജ്യങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ളവരാണ്. എന്നാൽ ശലോമോൻ ഇവിടെ മറ്റൊരു കാര്യമാണ് വെളിപ്പെടുത്തുന്നത്. ഈ 3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് ചില സത്യങ്ങൾ ശലോമോന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. സൂര്യന് കീഴെ
ഒരു മഹാജ്ഞാനം, സൂര്യന് കീഴെ നടന്ന ഒരു വലിയ സംഭവമാണ് അവിടെ താൻ ഒരു ചിത്രീകരണത്തിലൂടെ ഓർപ്പിക്കുന്നത്. ബൈബിളിൽ കെട്ടുകഥയില്ല. ബൈബിൾ 100% സത്യമാണ്. അത് ദൈവത്തിൻ്റെ തിരുവെഴുത്താണ്. എങ്കിലും ഇത് ലളിതമായി മനസ്സിലാക്കുവാൻ വേണ്ടി ശലോമോൻ ഇവിടെ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പ്രസ്താവന തന്നെ നമുക്ക് കാണുവാനിടയാകുന്നത്. ജ്ഞാനം കൊണ്ട് ശലോമോൻ കണ്ടെത്തിയ ഒരു മഹാകാര്യം, വേദപുസ്തകം നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഇതാണ് ദൈവത്തെ കണ്ടെത്തുവാനായിട്ടുള്ള മനുഷ്യൻ അന്വേഷിച്ചപ്പോൾ മനുഷ്യനിൽ ദൈവം കണ്ടത്. അഥവാ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനെ ശരിയായ നിലയിൽ കാണാനായിട്ട് ദൈവത്തിന് കഴിയുന്നില്ല. ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ അവന് ജ്ഞാനം, അത് നമ്മുടെ ശരിയായ നമ്മെക്കുറിച്ചുള്ള അറിവ് മാത്രം പോരാ, അത് മറ്റൊരു ജ്ഞാനം ആവശ്യമായിരിക്കുന്നു. നമ്മുടെ അകത്ത് ഒരു പ്രകാശമുണ്ടാകണം, നമ്മുടെ ആത്മാവിന് ഒരു വെളിച്ചമുണ്ടാകണം. ശലോമോൻ ആ വെളിച്ചമാണ് ഇവിടെ ലഭിച്ചത്. ആ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ചില സത്യങ്ങൾ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ലോകജ്ഞാനം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ചിലതൊക്കെ നേടുവാൻ കഴിയുമെങ്കിലും ഈ ജ്ഞാനം കൊണ്ട് ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ഒരു മനുഷ്യന് സാധിക്കുകയില്ല. അതിന് ആവശ്യമായിരിക്കുന്നത് എന്താണ്? അപ്പോൾ അങ്ങനെ ശലോമോൻ ദൈവത്തെ കണ്ടെത്തുവാൻ വേണ്ടി അന്വേഷിച്ചപ്പോൾ നടത്തിയ തനിക്ക് ലഭിച്ച ചില അറിവുകളാണ് 14-15 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ചെറിയൊരു പട്ടണം എന്ന് പറയുമ്പോൾ ആ ചെറിയ പട്ടണം എന്ന് പറയുന്നത് ഈ ഭൂമിയെയാണ്, അഥവാ മനുഷ്യന് താമസിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഈ ഭൂമിയാണ്. ഒരിക്കൽ അലക്സാണ്ടർ പറഞ്ഞു, ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു. സ്വർഗം ദൈവത്തിനുള്ളതാണ്, പക്ഷേ ഭൂമി അത് മനുഷ്യന് ദൈവം പാർക്കുവാൻ നൽകിയിരിക്കുകയാണ്. ആ ഭൂമി ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശലോമോൻ ഒരിക്കൽ തൻ്റെ സിംഹാസനത്തിലേക്ക് വരുവാൻ ഇടയായി. നമുക്കറിയാം, അത് ഒരളവിൽ സംഭവിച്ചു. തൻ്റെ 13 വർഷത്തെ കഠിനമായ പരിശ്രമം കൊണ്ട് ലോകരാജ്യങ്ങളെ മുഴുവനും തന്നെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ അലക്സാണ്ടറിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ലോകം അങ്ങനെ മനുഷ്യന്റെ കൈകളിലേക്ക് ദൈവം കൊടുത്തിരിക്കുകയാണ്. ഈ ലോകത്തെയാണ് ചെറിയ ഒരു പട്ടണം എന്നവിടെ ശലോമോൻ പറഞ്ഞിരിക്കുന്നത്. ലോകം ഒരു ചെറിയ പട്ടണമാണ്. മറ്റുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച്, ദൈവത്തിന്റെ മറ്റുള്ള സൃഷ്ടികളെ അപേക്ഷിച്ച് ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു പട്ടണത്തിന് സദൃശ്യമായിട്ട് മാത്രമേ ചിത്രീകരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതാണ് ശലോമോൻ അവിടെ ഓർപ്പിക്കുന്നത്. മറ്റൊരു കാര്യം അദ്ദേഹം തൻ്റെ ദൈവിക ദൃഷ്ടിയിൽ കാണുവാൻ കഴിഞ്ഞു. വലിയ ഒരു രാജാവ് ഈ സാമ്രാജ്യത്തെ അഥവാ ഈ ലോകത്തെ ഭരിക്കുകയാണ്. അത് ഇവിടുത്തെ ഏതെങ്കിലും മനുഷ്യരാൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ, ആത്മീക ദൃഷ്ടിയിൽ കാണുവാൻ കഴിഞ്ഞു. ഇത് സാത്താൻ എന്ന് പറയുന്ന ഒരു വലിയ പൈശാചിക ശക്തി തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവും ഈ ഭൂമിയിലായിരുന്നപ്പോൾ വ്യക്തമായി ഓർപ്പിക്കുകയുണ്ടായി, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ സാമ്രാജ്യം അഥവാ അവന്റെ രാജ്യം കൈക്കലാക്കുവാൻ കഴിയില്ല. കർത്താവും പിശാചിനെ ബലവാൻ എന്ന് ചിത്രീകരിച്ചിരിക്കുകയാണ്, ബലവാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ അധിപതിയായ പിശാച് ശക്തൻ തന്നെയാണ്, എന്നാൽ അതിശക്തനല്ല. അത് ദൈവത്തിന് മാത്രമുള്ള അധികാരമാണ്. ദൈവത്തിന് മാത്രമേ അതിശ്രേഷ്ഠമെന്നോ അതിശക്തനെന്നോ പറയുവാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ശലോമോൻ അവിടെ രണ്ടാമത് ഓർപ്പിക്കുകയാണ്, ഒരു വലിയ രാജാവ് ഈ ലോകത്തെ അത് അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന, ഈ ലോകത്തിലുള്ള ജനതയെ മുഴുവനും അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ രാജാവ്. ആ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആ രാജാവ്
വലിയ കൊത്തളങ്ങൾ പണിത് അതിനെ ഉറപ്പിച്ചു, ആ പട്ടണത്തെ ഉറപ്പിച്ചു എന്നാണ്. നമുക്കറിയാം, പിശാചിന്റെ സാമ്രാജ്യമെന്ന് ഒരുപക്ഷെ വിളിക്കാവുന്ന ഒന്നാണ് ഈ ലോകം. അത് ലോകത്തിൽ പണിയപ്പെടുന്നതൊക്കെ ഇന്ന് മനുഷ്യന് ആവശ്യമുള്ളതാണോ? ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. ഒരു മനുഷ്യന് ആവശ്യമുള്ളത് എത്രമാത്രം അത് ഉണ്ട് എന്ന് നമുക്കറിയാം. ഒരു മനുഷ്യന് എത്രമാത്രം പാർക്കുവാൻ ഒരു വീട് വേണം, ഒരു മനുഷ്യന് എത്രമാത്രം പണം ജീവിക്കുവാൻ വേണം, ഒരു മനുഷ്യന് എത്രമാത്രം കഴിക്കുവാൻ വേണം, നമുക്കറിയാം. അതിനെല്ലാം ഒരു പരിധിയുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിശാച് വലിയൊരു ആ പട്ടണത്തെ കൊത്തളങ്ങൾ കൊണ്ട് പണിതിരിക്കുകയാണ്. ഒരു അളവിൽ പറഞ്ഞാൽ പിശാചിന്റെ ഇംഗിതത്തിന് മനുഷ്യൻ ഇന്ന് ഒരു പരിധിവരെ വശംവദരായി വലിയ ചില്ലുകൊട്ടാരങ്ങൾ അത് പണിതുകൊണ്ടിരിക്കുകയാണ്, സ്വപ്ന കൂടാരങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം, ഒരു കാറ്റടിച്ചാൽ അത് താണുപോകാവുന്ന, തളർന്നു പോകാവുന്ന, തകർന്നു പോകാവുന്ന ചില്ലുകൊട്ടാരങ്ങൾ തന്നെയല്ലേ മനുഷ്യൻ ഇന്ന് പണിതുകൊണ്ടിരിക്കുന്നത്. പിശാച് അതിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായിട്ട് ശലോമോൻ ദൈവത്തിന്റെ ജ്ഞാനത്താൽ കണ്ട മറ്റൊരു കാര്യം, അവിടെ മനുഷ്യർ ചുരുക്കമായിരുന്നു. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്കറിയാം. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 17-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അത് ഒരുവനിൽ നിന്ന് കുടിയിരിപ്പാൻ അവൻ ലോകത്തിൽ, അത് ഒരുവനിൽ നിന്നാണ് ലോകത്തിലുള്ള സകല മനുഷ്യരെയും സൃഷ്ടിച്ചത്. ലോകത്തിൽ കുടിയിരിക്കുവാൻ ഒരുവനിൽ നിന്ന് അവൻ സകലരെയും ഉളവാക്കി എന്നാണ് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പോൾ ഇവിടെ ഏകൻ എന്ന് പറയുന്നത് ആദമിനെ ഉദ്ദേശിച്ചാണ്. ഇവിടെ ശലോമോൻ അത് കണ്ടു. ദൈവദൃഷ്ടിയാൽ അത് മനുഷ്യർ ചുരുക്കമായിരുന്ന ഒരു കാലഘട്ടം. ഏകൻ ആദം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനിൽ നിന്ന് ലോകത്തിലുള്ള സകല മാനവജാതിയും ഉളവായി എന്ന് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അരക്കിട്ടത് ഉറപ്പിക്കുന്ന ഒരു സത്യം തന്നെയാണ്. ശലോമോൻ അതാണ് ദൈവദൃഷ്ടിയിൽ കാണുവാൻ കഴിഞ്ഞത്. അത് മനുഷ്യർ ചുരുക്കമായിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ നമുക്കറിയാം, അടുത്ത ശലോമോൻ പറയുന്നത്, ഈ പട്ടണത്തെ ഇങ്ങനെ വിട്ടാൽ ശരിയാകുകയില്ല. പിശാച് തന്നെ ഒരിക്കൽ കർത്താവിനെ സമീപിച്ചു. വിശന്നിരിക്കുന്ന കർത്താവിനോട് പറയുകയാണ്, ഈ കല്ലിനെ നീ അപ്പമായി തീർക്കുക. മാത്രമല്ല, കർത്താവിനെ ഉയർന്നൊരു മലയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ യേശുക്രിസ്തുവിനെ വരെ പരീക്ഷിക്കുവാൻ അടുത്തു വന്ന ഈ പിശാചിനെ, അവന്റെ കൊത്തളങ്ങൾ തകർക്കണം, അവന്റെ പട്ടണത്തെ ഇല്ലായ്മ ചെയ്യണം, അവന്റെ ശക്തിയെ ഇല്ലായ്മ ചെയ്യണം. എങ്കിൽ മാത്രമേ അടിമത്തത്തിൽ വെച്ചിരിക്കുന്ന, അടിമത്തത്തിൽ പാപത്തിന്റെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്ന ഈ മനുഷ്യനെ സ്വതന്ത്രരാക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. പിശാചിന്റെ കയ്യിൽ നിന്ന് യോബ് പറയുന്നത്, ഇവൻ ഘോര ശത്രു എന്നാണ്, ഘോരനായ അത് വ്യക്തി എന്നാണ്. ഇവൻ ഘോര പിശാചാണ്. ഈ ഘോര മനുഷ്യന്റെ പിശാചിന്റെ കയ്യിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ഒരു രക്ഷകൻ ആവശ്യമാണ്. ശലോമോൻ ദൈവത്തിന്റെ ദൃഷ്ടിയാൽ മറ്റൊരു കാര്യം കണ്ടു. ആ പട്ടണത്തിൽ ഒരു സാധുവായ മനുഷ്യനുണ്ടായിരുന്നു. പക്ഷേ കേവലം ഒരു മനുഷ്യനായിരുന്നില്ല, ആ മനുഷ്യനൊരു ജ്ഞാനിയായ മനുഷ്യനായിരുന്നു. ജ്ഞാനം കൊണ്ട് മാത്രമേ ഈ ഘോര ശത്രുവിനെ, പിശാചിന്റെ അടിമനുഖത്തിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രനാക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ജ്ഞാനി അവിടേക്ക് വരികയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനേക്കാൾ വലിയവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവാണ് ഏറ്റവും വലിയ ജ്ഞാനി. അവനിൽ ജ്ഞാനത്തിന്റെ നിക്ഷേപമായിരുന്നു കർത്താവ്. അത് നമ്മുടെ കർത്താവ് സകല ജ്ഞാനത്തിന്റെയും നിക്ഷേപം എന്നാണ് നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കണമെങ്കിൽ ഈ ജ്ഞാനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് ഈ ജ്ഞാനി. സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ
കേവലം ഒരു മനുഷ്യനെന്ന് മനുഷ്യർക്ക് തോന്നിയെങ്കിലും അവിടുന്ന് മനുഷ്യരെ രക്ഷിക്കുവാൻ വന്ന ഈ പട്ടണത്തിൽ അടിമകളായി പിശാച് വച്ചിരിക്കുന്ന, അടിമത്തത്തിന്റെ ചങ്ങലയിൽ അമർത്തി വച്ചിരിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ, ആ അടിമനുഖത്തിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രനാക്കുവാൻ വന്ന ഒരു ജ്ഞാനിയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ സമ്പന്നനായിരുന്നിട്ടും ദരിദ്രരായ നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ ഓർക്കുന്നില്ലയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. നമ്മുടെ കർത്താവ് ജ്ഞാനം കൊണ്ട് എന്താ നേടിയത്? ഈ പട്ടണത്തെയും പിശാചിന്റെ ഘോരശത്രുവിന്റെ കയ്യിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനിടയായി തീർന്നു. അതാണ് കർത്താവിന്റെ ജ്ഞാനത്തിന്റെ പ്രത്യേകത. നമുക്കറിയാം, ഇവിടെ വിപ്ലവകാരികൾ എഴുന്നേൽക്കുമ്പോൾ അടിക്ക് അടി, അഥവാ 1 കൊടുത്താൽ 9 തിരിച്ചു കൊടുക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ കർത്താവിന്റെ ചെകിട്ടത്ത് എത്രയോ അടികൾ അടിച്ചു, കർത്താവ് തിരിച്ച് ഒന്നും പ്രതികരിച്ചില്ല. പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, നീ എന്ത് ഒന്നും മിണ്ടാത്തത്? അത് കർത്താവിനെ വിസ്തരിക്കുമ്പോൾ അത് പീലാത്തോസ് പല പ്രാവശ്യങ്ങളിൽ ചോദിക്കുകയാണ്, നിന്നെ വിട്ടയപ്പാൻ എനിക്ക് അധികാരമുണ്ട്, പക്ഷേ എന്തേ നീ ഒന്നും സംസാരിക്കാത്തത്? കർത്താവ് ഒന്നും ഉരിയാടിയില്ല. തനിക്ക് ഉരിയാടുവാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷേ കർത്താവ് അവിടെ തന്റെ ജ്ഞാനം കൊണ്ട് ഈ ഘോരശത്രുവിന്റെ കയ്യിൽ നിന്ന് മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വന്ന രക്ഷകൻ എന്ന നിലയിൽ തന്റെ ജ്ഞാനം അവിടെ വെളിപ്പെടുത്തുകയായിരുന്നു. 5ാമതായിട്ട് ജ്ഞാനദൃഷ്ടിയാൽ ശലോമോൻ മറ്റൊരു കാര്യം കണ്ടു. ഈ പട്ടണത്തെ രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജ്ഞാനം മതിയായതായിരുന്നു. അവിടെ അതാണ് നാം വായിക്കുന്നത് 15ാമത്തെ വാക്യം. എന്നാൽ അവിടെ സാധുവായ ഒരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു, എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ ക്രൂശ് ഒരു വിജയമായിരുന്നു എന്നതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ് യേശുക്രിസ്തു തന്റെ ജ്ഞാനത്താൽ ഈ പട്ടണത്തെ രക്ഷിച്ചു എന്ന് പറയുന്നത്? അത് കേവലം യേശുക്രിസ്തു മരിച്ചു എന്നുള്ളതല്ല. യേശുക്രിസ്തു കാലസമ്പൂർണതയിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന് ക്രൂശ് മരണം തന്നെ അനുഭവിച്ചത് കൊണ്ടാണ്. ക്രൂശ് ഒരു പാപിയുടെ രക്ഷാസ്ഥാനമാണ്. കുരിശിലേക്ക് നോക്കിയാൽ കാണുവാൻ കഴിയുന്നത് സ്നേഹത്തിന്റെ കീർത്തനമാണ്, സ്നേഹത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയത്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം ക്രൂശിലാണ് കാണുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ അത് ചിലർക്ക് ഭോഷത്വമായി തോന്നും. പൗലോസ് അപ്പോസ്തലൻ അതിങ്ങനെ വിശദീകരിക്കുകയാണ്, അത് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയുമാകുന്നു എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ഗോൽഗോഥായിൽ ഒരു കുരിശ് ഉയർത്തപ്പെട്ടു, തലയോട്ടിയുടെ ആകൃതിയിലുള്ള ആ മൊട്ടക്കുന്നിൽ ഒരു കുരിശ് ഉയർത്തപ്പെട്ടു. അവിടെ 2 കള്ളന്മാരുടെ നടുവിൽ ഒരുവൻ നമുക്ക് വേണ്ടി തൻ്റെ ജ്ഞാനം കൊണ്ട് നമ്മെ രക്ഷിക്കുവാനിടയായി. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശ്. അതൊരിക്കലും ഭോഷത്വമായിരുന്നില്ല, ഒരിക്കലും അത് വിഡ്ഢിത്തമായിരുന്നില്ല. ആ ക്രൂശിൽ കർത്താവ് മരിക്കണമെന്നുള്ളത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, അവന് കഷ്ടം വരുത്തി, അഥവാ ദൈവം തന്റെ പുത്രന് കഷ്ടം വരുത്തി, അവനൊരു അകൃത്യയാഗമായി തീർന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ്. 6ാമതായി അവിടെ മറ്റൊരു ഖേദകരമായ കാര്യം ഓർപ്പിക്കുകയാണ്. ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. കർത്താവായ യേശുക്രിസ്തു
തൻ്റെ അന്ത്യാത്താഴത്തിങ്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. സഭായോഗങ്ങൾ കൂടുമ്പോൾ നാം രാവിലെ ഞായറാഴ്ച അത് കർത്താവിൻ്റെ ദിവസം നാം കൂടി വരുമ്പോൾ ഇത് കർത്താവിൻ്റെ അത്താഴമായി നാം അത് ഓർക്കുകയാണ്, നമ്മുടെ കർത്താവിനെ ഓർക്കുകയാണ്. എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ജീവിക്കുന്ന രക്ഷക, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. അങ്ങനിക്ക് വേണ്ടി മരിച്ചതിനായി സ്തോത്രം, അങ്ങനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് അവിടെ നാം ഓർക്കുകയാണ്. ആ പാനപാത്രം, ആ അപ്പവും, ആ ശരീരത്തെ ഓർപ്പിക്കുന്ന അപ്പവും ആ രക്തത്തെ ഓർപ്പിക്കുന്ന പാനപാത്രവും നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ അതാണ് നാം ഓർക്കുന്നത്. അതുപോലെ തന്നെ പാട്ടുകൾ പാടുമ്പോൾ, സ്തോത്ര ഗീതങ്ങൾ പാടുമ്പോൾ നാം അവിടുത്തെ ഓർക്കുകയാണ്. അത് സ്വർഗത്തിലും നാം ആ പാട്ടുകൾ പാടി രക്തം ചിന്തി മരിച്ചവനെ ആരാധിക്കുന്ന ഒരു ദിവസം വരുവാൻ പോകുകയാണ്. പക്ഷെ ഇവിടെ പറയുകയാണ്, ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ധന്യനായ പൗലോസ്ലീഹ തന്റെ സുവിശേഷത്തിന്റെ നിർവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, അത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. എന്താ യേശുക്രിസ്തുവിനെ ഓർക്കുവാനുള്ളത്? പ്രിയപ്പെട്ടവരെ, പാപിയെ രക്ഷിക്കുവാൻ ഇനിയൊരു രക്ഷകൻ വരികയില്ല. പാപിയെ രക്ഷിക്കുവാൻ ഇനിയൊരു രക്ഷയും ആവശ്യമില്ല. ഇനിയും ഒരു രക്ഷകന്റെയും സാന്നിധ്യം ഈ ഭൂമിക്ക് വേണ്ട. ഒരിക്കലായി എന്നേക്കുമായി പാപിയെ രക്ഷിക്കുവാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന രക്ഷിതാവായ യേശുക്രിസ്തു തന്റെ രക്ഷണ്യ വേല പൂർത്തീകരിച്ചു. ഇതാ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് സ്വന്തം തോട് തലചായിച്ച് പ്രാണനെ ഏൽപ്പിക്കുമ്പോൾ മനുഷ്യന്റെ പാപമോചനത്തിനുള്ള മാർഗം അവിടെ പൂർത്തീകരിക്കുകയായിരുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടത് ഉറപ്പാക്കിയിരിക്കുകയാണ്. യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായി ജീവിക്കുന്നു എന്ന് മാത്രമല്ല, അത് കർത്താവിൽ വിശ്വസിച്ച ഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ നിന്നും അവിടുന്ന് വാഴുകയാണ്. സമാധാനത്തിന്റെ പ്രഭുവായി അവിടെ നിന്നും കുടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പാട്ടുകൾ കേട്ടപ്പോൾ നാം ദൈവത്തിന് സ്തോത്രം ചെയ്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെ ഓർത്തില്ലെങ്കിൽ ഒരു വലിയ ന്യായവിധി മാത്രമേ ഇനിയും ശേഷിക്കുന്നുള്ളൂ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാണ്. ഈ ന്യായവിധി നരകമാണ്. ഇന്ന് താങ്കൾക്ക് യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ പാപമോചനം കിട്ടും, സ്വർഗത്തിലേക്ക് പോകാം. 5 പൈസ ചെലവാക്കേണ്ട, ഒരു സമയവും അതിനു വേണ്ടി ചെലവഴിക്കേണ്ട. ഹൃദയത്തിന്റെ കവാടം കർത്താവേ ഇനി ഞാൻ അങ്ങേയ്ക്കായി തുറക്കുകയാണെന്ന് പറഞ്ഞ് വിശ്വാസത്താൽ എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ജീവിക്കുന്നു, അങ്ങ് രക്ഷിതാവാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു, ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന ലളിതമായ ഒരു പ്രാർത്ഥനയിലൂടെ ഞാൻ അങ്ങേയ്ക്കായി ജീവിക്കുമെന്ന ഉടമ്പടിയിലൂടെ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരാകും. അങ്ങനെ ഈ ന്യായവിധിയിൽ നിന്ന് ഒഴിവായ എന്നെ കേൾക്കുന്ന ബഹുസഹസ്രം ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിനെല്ലാം മഹത്വവും കരയേറ്റുകയാണ്. നമ്മുടെ കർത്താവ് വരാറായി. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവ് വരുവാൻ പോകുകയാണ്. കാലം അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലത്തിന്റെ തികവിൽ നമുക്ക് വേണ്ടി മനുഷ്യനായി വന്ന കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല. ഒരുങ്ങാം. നമ്മുടെ ഹൃദയത്തെ ഒരിക്കൽ കൂടി ഏകാഗ്രമാക്കി കർത്താവിന്റെ സേവയിൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നമുക്ക് കൂടുതൽ ഉത്സാഹികളാകാം. ഈ വാക്കുകളാലും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ എനിക്കിങ്ങനെ അവസരം തന്ന കർത്താവിൻ്റെ ദാസനോടും ഈ ശുശ്രൂഷയോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വരുവാൻ പോവുകയാണ്. സ്തോത്രം. കാലമധികമില്ല, അവിടുന്ന് വേഗം വരുവാൻ പോകുന്നു. അതിൻ്റെ മാറ്റൊലി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കർത്താവിൻ്റെ വരവിനെ ഓർപ്പിക്കുന്ന ഒരു മനോഹരമായ ഗാനം നമുക്ക്
ശ്രദ്ധിക്കാം. കാന്ത താമസമെന്തേ എന്നുള്ള ആ ഗാനം ഇപ്പോൾ പാടുന്നതായിരിക്കും. കാന്തവരവിന്നു താമസമോ, കാന്തവരവിന്നു താമസമോ, കണ്ണുകൾ നോക്കി പാർക്കുന്നേഴകൾ, കണ്ണുകൾ നോക്കി പാർക്കുന്നേഴകൾ, കാന്തവരവിന്നു താമസമോ. കാന്തവരവിന്നു താമസമോ, കാന്തവരവിന്നു താമസമോ, കണ്ണുകൾ നോക്കി പാർക്കുന്നേഴകൾ, കണ്ണുകൾ നോക്കി പാർക്കുന്നേഴകൾ, കാന്തവരവിന്നു താമസമോ, കാന്തവരവിന്നു താമസമോ. പാരിൽ പരിഹാസമേറിടുന്നേ പ്രിയ, നിൽപ്പാൻ ശക്തിയടിയനേകണേ. പാരിൽ പരിഹാസമേറിടുന്നേ പ്രിയ, നിൽപ്പാൻ ശക്തിയടിയനേകണേ. ആരുമില്ലാതെ ഈ ധരയിൽ ഏകനായി ഞാനും പാർക്കുന്നിതാ. കണ്ണീർ മായ്ക്കുന്ന സ്നേഹമേവാ, കണ്ണീർ മായ്ക്കുന്ന സ്നേഹമേവാ, കാന്തവരവിന്നു താമസമോ, കാന്തവരവിന്നു താമസമോ. എന്റെ പേർക്കായി ജീവൻ വെടിഞ്ഞതാ, എന്റെ ആത്മസഖിയാമെന്നേശുവേ. എന്റെ പേർക്കായി ജീവൻ വെടിഞ്ഞതാ, എന്റെ ആത്മസഖിയാമെന്നേശുവേ. എന്റെ തുല്യമാ നാദാ നീ ചെയ്ത നന്മകൾക്കാ
എൻ്റെ ആയുസ്സിനാളുകളല്ല കാന്തവരവിന്നു താമസമോ കാന്തവരവിന്നു താമസമോ കണ്ടിൽ നോക്കി പാർക്കും നേരകൾ കണ്കൾ നോക്കി പാർക്കും നേരകൾ കാന്തവരവിന്നു താമസമോ കാന്തവരവിന്നു താമസമോ കാന്തവരവിന്നു താമസമോ കാന്തവരവിന്നു താമസമോ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ 135 എപ്പിസോഡും വളരെ അനുഗ്രഹമായി പര്യവസാനിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം അനുവദിച്ചതോർത്ത് എല്ലാ മഹത്വവും കർത്തൃപാദത്തിൽ അർപ്പിക്കുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിച്ച കത്തിദാസൻ മനോജ് അവർകൾ, ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയതായ സുജിത് സുനിൽ കൊട്ടാരക്കര, ഗാനങ്ങൾക്ക് നരേഷനും ഒപ്പം ലഘു സന്ദേശം അറിയിച്ച കത്തിദാസൻ ലാലു വർഗീസ് കൊട്ടാരക്കര, ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത സുനിൽ കൊട്ടാരക്കര, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ഗാനങ്ങൾ ശ്രമിക്കുകയും ഇതിനകത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇന്ന് കേട്ട ഗാനങ്ങളും സന്ദേശങ്ങളും നിങ്ങളുടെ ഹൃദയത്തെ സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന ഗാനങ്ങൾ കേൾക്കുവാൻ ദൈവം ആക്കി തീർത്തു. അതോടൊപ്പം കേട്ട സന്ദേശവും അതിനുപോലബലമായിട്ടുള്ളതാണ്. സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുക്രിസ്തു പാപികളായ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് രക്ഷ ഒരുക്കി. ആ വലിയ കാര്യം ആ മഹാജ്ഞാനിയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ രാത്രിയിൽ കർത്താവിന്റെ ദാസൻ നിങ്ങളുടെ മുമ്പ് വരച്ചു കാട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ രക്ഷിതാവായ ദൈവപുത്രനായ യേശുവിലേക്ക് നിങ്ങൾ മടങ്ങി വരുമ്പോൾ, നിങ്ങൾ ഹൃദയ കണ്ണുകൾ ഉയർത്തി അവങ്കിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ പാപഭാരം മുഴുവനായി മാറിപ്പോവുകയും ദൈവം നിങ്ങളെ അവൻ്റെ മകനാക്കി മകളാക്കി തീർക്കുകയും സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുകയും ചെയ്യുമെന്നുള്ള സന്ദേശം നിങ്ങൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സഹോദര, ഈ രാത്രിയിൽ നീ കേട്ട സന്ദേശം നിന്നോട് ഉള്ളതാണ്, നിന്റെ ഹൃദയത്തോട് സംസാരിച്ചതാണ്. പാപങ്ങൾ ഉപേക്ഷിച്ച്, മദ്യപാനത്തെ ഉപേക്ഷിച്ച്, ജീവിതത്തിൻ്റെ ദുർമാർഗങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് നീ കടന്നു വരികയാണെങ്കിൽ നിനക്ക് ശാന്തിയും സമാധാനവും നൽകുവാൻ ഈ മഹാജ്ഞാനിയായ കർത്താവിന് കഴിയും. അവിടെ നിന്നെ മാടി വിളിക്കുന്നു. നിന്റെ സമീപത്തായിട്ട് അവനുണ്ട്. അവന് വേണ്ടി ഹൃദയം തുറന്ന് നിന്റെ കാതുകളെ കുറിപ്പിച്ച് അവനെ ഉള്ളത്തിൽ സ്വീകരിച്ചാൽ നിശ്ചയമായും ഈ രാത്രി നിങ്ങളുടെ ഇഷ്ടാദിവസമായി തീരും. രോഗികൾ ധാരാളം പേർ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഏതുവിധ രോഗമാണെങ്കിലും അതിന് പരിഹാരം തരുവാൻ കർത്താവിന് കഴിയും. സൗഖ്യദായകൻ, നല്ല വൈദ്യൻ, ആ കർത്താവിനാൽ കഴിയാത്ത യാതൊന്നുമില്ല. ഈ രാത്രിയിൽ മഹാജ്ഞാനിയായ നല്ല വൈദ്യനായ രക്ഷിതാവായ ദൈവമായ ദൈവപുത്രനായ യേശുക്രിസ്തുവിലേക്ക് നിന്റെ ഹൃദയം ഉയർത്തിയാൽ നിന്റെ പാപഭാരവും നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും നിന്റെ രോഗങ്ങളും ദുഃഖങ്ങളും മാറ്റുവാൻ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിച്ച് അവങ്കിലേക്ക് വരുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ രാത്രിയുടെ യാമത്തിനായി നന്ദിയുടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ചില നിമിഷങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുകയായിരുന്നു. അങ്ങയെ സ്തുതിക്കുന്നതായ ഗാനങ്ങൾ പാടുവാൻ അടിയങ്ങളെ സഹായിച്ചു. അങ്ങയെ ഉയർത്തുന്നതായ സന്ദേശങ്ങൾ കേൾക്കുവാൻ അടിയങ്ങളെ സഹായിച്ചു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ കണ്ടുവിടാതെ ജീവിതത്തിൽ നിരാശയിലും ദുഃഖത്തിലും കഴിഞ്ഞു പോകുന്ന, വഴിയറിയാതെ കടന്നു പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ കർത്താവെ അവിടുന്ന് രക്ഷിക്കണമേ. ജീവിതത്തിൽ പാപഭാരത്താൽ വലിയവരെ കർത്താവെ അവിടുന്ന് രക്ഷിച്ച് അവിടുത്തെ മകളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം നൽകണമേ, അവിടുത്തെ ആശ്വാസം എഴുന്നേറ്റണമേ. കർത്താവെ, ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം, സഹായം അവിടെ മേൽ അയച്ച് അവിടെ അത്ഭുതം പ്രവർത്തിച്ച് അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും കർത്താവ് സഹായിച്ചതിനായ സ്തോത്രം. അവിടെ നാമത്തെ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ മഹത്വപ്പെടുത്തി കൃപയ്ക്കായ സ്തോത്രം. തൽക്കാലം ഞങ്ങൾ പിരിയുന്ന കൃപ കൊണ്ടിരിക്കണമേ. മഹത്വം കർത്താവിന്, കർത്താവ് രക്ഷിതമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം ഏവരോടും പ്രാർത്ഥിച്ച ലക്ഷ്യങ്ങളോടും ഭൂലോകമ്പാടും കർത്താവിന് വരനെ കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ കൂടെയും ഇന്നുവന്നേക്കും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.